إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. اتقوا الله عباد الله ഊസിക്കും വഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹിജ്ജ മാസത്തിലെ അവസാന ദിനങ്ങളിലാണ് നാം. മുഹറം മാസം കടന്നു വരുന്നതോടെ ഹിജറ കലണ്ടറിലെ പുതിയ വർഷത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഹിജറ കലണ്ടർ, മുഹറം തുടങ്ങിയിട്ടുള്ള പദങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രം, ആ ചരിത്രത്തിലെ ഓർമ്മകൾ ഓർക്കപ്പെടാനുള്ള സന്ദർഭങ്ങളാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ഹിജറ. ആ ഹിജറ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിജറ എന്നുള്ളത് എന്തിനേക്കാളും വലുത് ആദർശമാണ് എന്ന നിലപാടിൻ്റെ മനോഹരമായിട്ടുള്ള പേരാണ് ഹിജറ.
ഹിജറ എന്ന് പറയുമ്പോൾ അതിൽ കുറേ സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ പരീക്ഷണങ്ങളുടെ ഓർമ്മയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അനുഭവിച്ച ത്യാഗങ്ങളുടെ കഥകളുണ്ട്, സംഭവങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച ക്രൂരമായിട്ടുള്ള പരീക്ഷണങ്ങളുടെ വേദനകൾ ഓർമ്മിക്കാനുണ്ട്. ഹിജറ പലപ്പോഴും ഒരു പലായനമായി, ഒരു സംഘം നടത്തിയ ഒളിച്ചോട്ടമായൊക്കെ ചിലർ കരുതിപ്പോകാറുണ്ട്. മറിച്ച് യഥാർത്ഥത്തിൽ ഹിജറ എന്നുള്ളത് ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സുകളിലുള്ള ഭയപ്പാട് കൊണ്ട് ചെയ്ത കേവലമായിട്ടുള്ള ഒരു ഒളിച്ചോട്ടമല്ല. നേരെ മറിച്ച് തൻ്റെ ആദർശം സംരക്ഷിക്കുന്നതിന് മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു മാർഗം എന്നുള്ള നിലക്ക് അല്ലാഹു നിർദ്ദേശിച്ചിട്ടുള്ള ഒരു സമയത്തിൽ, ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിക സമൂഹം നിർവഹിച്ച മഹത്തായ ഒരു ദൗത്യമാണ്. എന്തിനേക്കാളും വലുത് ആദർശമാണ്. എന്തിനേക്കാളും വലുത് ആദർശത്തിൻ്റെ സംരക്ഷണമാണ്. അതിൻ്റെ സംരക്ഷണത്തിനും പ്രചാരണത്തിനുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഏതും എന്തിനും ഞാൻ ഒരുക്കമാണ് എന്ന വലിയ സന്ദേശമാണ് ഹിജ്റയുടെ ഒന്നാമത്തെ പാഠം. സ്വന്തം നാടും വീടും സ്വത്തും കച്ചവടങ്ങളും എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പുറപ്പെട്ടവരാണവർ. പ്രവാചകന്റെയും സഹാബത്തിൻ്റെയും മുന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആദർശത്തിൻ്റെ സംരക്ഷണമാണ്. ആ സംരക്ഷണത്തിനു വേണ്ടിയാണ് ഭൗതികമായ എല്ലാ നേട്ടങ്ങളെക്കാളും വലുത് തങ്ങൾ വിശ്വസിക്കുന്ന സത്യസന്ധമായിട്ടുള്ള ആദർശമാണ് എന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ സംരക്ഷണത്തിനാണ് അവർ ഹിജ്റ ചെയ്തത്. അതിൽ ഉദാഹരണമാണ് മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. അദ്ദേഹം മക്കയിൽ വന്ന് പണക്കാരനായിട്ടുള്ള ആളാണ്. ഖുറൈശികളിൽ ചില ആളുകൾ പറഞ്ഞു, അവർ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി പറഞ്ഞു, യാ സുഹൈബ് അതൈനാ സുഅലൂകൻ ഹഖീറ, നീ ദരിദ്രനായിട്ടാണ് ഈ മക്കയിൽ കാലുകുത്തിയത്. ഞങ്ങളുടെ അടുത്ത് നിന്ന് വന്നത് ദരിദ്രനായിട്ടാണ്. ഫകസുറ മാലുക ഇൻദനാ, ഞങ്ങളുടെ അടുക്കലാണ് തൻ്റെ സമ്പത്തെല്ലാം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. വബലഗ്തല്ലദീ ബലഗ്ത, അങ്ങനെ ഈ രൂപത്തിലൊക്കെ നീ ആയിത്തീർന്നിട്ട് സുമ്മ തുരീദു അൻ തഖ്റുജ ബിമാലിക വനഫ്സിക്, നിന്റെ സമ്പത്തും കൊണ്ട് പോകാമെന്നാണോ നീ വിചാരിക്കുന്നത്? അതിന് ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് പ്രതിബന്ധം സൃഷ്ടിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ നിങ്ങളുടെ അടുക്കൽ സമ്പാദിച്ചിട്ടുള്ള സമ്പാദ്യം നിങ്ങളുടെ അടുക്കൽ വിട്ടേച്ചു പോയാൽ നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കുമോ എന്നാണ്. അങ്ങനെ അവർ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും അദ്ദേഹം തൻ്റെ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടിരുന്ന തൻ്റെ സമ്പാദ്യം മുഴുവൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അവർ അദ്ദേഹത്തെ വെറുതെ വിടുകയും അദ്ദേഹം ഹിജ്റ ചെയ്ത് മദീനയിലെത്തുകയും ചെയ്തു. മദീനയിലെത്തിയ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് 3 പ്രാവശ്യമാണ് പറഞ്ഞത്, റബിഹൽ ബൈഅ അബാ യഹ്യ, റബിഹൽ ബൈഅ അബാ യഹ്യ, അബൂ യഹ്യ തൻ്റെ കച്ചവടം ലാഭകരമായിട്ടിരിക്കുന്നു, തൻ്റെ കച്ചവടം ലാഭകരമായി. താങ്കൾ ഇങ്ങോട്ട് പോകുന്നത് താങ്കളുടെ സമ്പത്തെല്ലാം വിട്ടേച്ചു പോയിട്ടാണ്, പക്ഷേ വ്യസനിക്കേണ്ടതില്ല, അത് ലാഭകരമായിട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ആദർശത്തിനു വേണ്ടി തൻ്റെ സമ്പത്ത് ഒഴിവാക്കിയാലും വേണ്ടില്ല, ആദർശമാണ് വലുത്, ആദർശമാണ് ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് പ്രാധാന്യമുള്ളത് എന്ന പ്രഖ്യാപനമാണ് സുഹൈബ് റൂമിയെ പോലെയുള്ള സ്വഹാബാക്കൾ നമുക്ക് ഹിജ്റയിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പാഠങ്ങൾ.
നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മുടെ ഏതെങ്കിലും സൗകര്യങ്ങൾ അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി വേണ്ട എന്ന് വെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഈമാനിന്റെ മാധുര്യം നേടിയ ആളുകളായി തീരാൻ നമുക്ക് സാധിക്കുക, ആദർശത്തിന്റെ വക്താക്കളായി തീരാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതാണ് ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത്തെ സന്ദേശം, ആദർശത്തെ നെഞ്ചിലേറ്റിയവരാണവർ. ആ ആദർശത്തെ നെഞ്ചിലേറ്റിയവർ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ആ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങും എന്നുള്ള സന്ദേശവും ഹിജറ നൽകുന്ന സന്ദേശമാണ്. ഹിജറയിലൂടെ അവർ പലായനം ചെയ്ത് ദരിദ്രന്മാരായി തുടരുക ആയിരുന്നില്ല അവർ ചെയ്തിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ അനുഗ്രഹം അവർക്ക് മേൽ ഇറങ്ങി എന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹം ഇറങ്ങും, തീർച്ചയായും ഇറങ്ങും. അല്ലാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകും. എങ്ങനെയാണെങ്കിൽ അല്ലാഹു തആലക്ക് വേണ്ടി ക്ഷമിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട് ആദർശത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, കഷ്ടപ്പാടുകൾ വന്നാലും ആ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളുമെല്ലാം മാറുന്ന ഒരു സമയമുണ്ട്. അല്ലാഹു തആല പറഞ്ഞ കാര്യമാണത്. എല്ലാ പ്രതിസന്ധികളുടെ കൂടെയും പ്രയാസത്തിന്റെ കൂടെയും ഒരു എളുപ്പമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഉറപ്പിച്ച് അല്ലാഹു തആല പറയുകയാണ്. പ്രത്യേക ഏതെങ്കിലും ഒരു ഫിലോസഫിയല്ല, വെറുതെ പറയാനുള്ള തത്വശാസ്ത്രമല്ല. നേരെ മറിച്ച് അല്ലാഹു തആല വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പാണത്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും പ്രയാസത്തിന്റെ കൂടെ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. അല്ലാഹു തആലയുടെ ഉറപ്പാണത്. വമയ്യത്തഖില്ലാഹ്, ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്, ആരാണോ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു അവനൊരു സൊല്യൂഷൻ കൊടുക്കുന്നതാണ്, പരിഹാരം കൊടുക്കുന്നതാണ്, പോംവഴി കണ്ടെത്തി കൊടുക്കുന്നതാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ, കണക്കാക്കാത്ത രൂപത്തിൽ അല്ലാഹു തആല ഉപജീവനം നൽകുന്നതാണ്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് സമ്പത്ത് നഷ്ടമായി പോകുമോ? പക്ഷെ ഇത് ഹറാമാണ്. എന്നാൽ അത് ഹറാമാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞാൽ അല്ലാഹു തആല നാം വിചാരിക്കാത്ത രൂപത്തിൽ അതിനേക്കാൾ സമ്പത്ത് നൽകുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല പറയാണ് വീണ്ടും, വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ചു കഴിഞ്ഞാൽ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അല്ലാഹു തആല അവന്റെ കാര്യങ്ങളിൽ എളുപ്പമുണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ യൻസുറുക്കും, അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിനെ സഹായിക്കുക? അല്ലാഹുവിന്റെ ദീനിലേക്ക്, അല്ലാഹുവിന്റെ മതത്തിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുക. അങ്ങനെ അല്ലാഹുവിനെ സഹായിക്കുക. അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ യൻസുറുക്കും, അല്ലാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിതു അഖദാമക്കും, അല്ലാഹു നിങ്ങളുടെ പാദത്തെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. പ്രയാസങ്ങൾ വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ നിങ്ങൾ തകരുകയില്ല, നിങ്ങൾ തളരുകയില്ല, നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത്. സഹോദരങ്ങളെ, അതാണ് നമ്മൾ കാണുന്നത്. സകലതും നഷ്ടപ്പെട്ട അഭയാർത്ഥികളായി
ജീവിതം തകർന്നു പോയ ഒരു സമൂഹമായി അവർ പിന്നീട് മദീനയിൽ അവശേഷിക്കുന്നില്ല. മറിച്ച് ഏറ്റവും മനോഹരമായ ഒരു സമാധാന അന്തരീക്ഷത്തിന്റെ തുടക്കത്തിലേക്കായിരുന്നു അവരുടെ പലായനം എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇതേ രൂപത്തിൽ തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിജ്റ ചെയ്തതും. അദ്ദേഹത്തിന്റെ ചരിത്രത്തിലും അതങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വച്ഛാധിപതിയായിട്ടുള്ള ഫിർഔനിന്റെ മണ്ണിൽ നിന്ന്, ഫറോവയുടെ മണ്ണിൽ നിന്ന് അനുഗ്രഹീതമായ ജീവിതാവസ്ഥയിലേക്കാണ് അവർ നടന്നു കയറിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇവിടെ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഗൗരവമായി കാണേണ്ടത്, ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ കടുത്ത പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും മറുഭാഗത്ത് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാനും പ്രവാചകന്റെ ചര്യ പിന്തുടരാനും പരമാവധി ശ്രമിക്കുന്നുണ്ട്. പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന കാരണത്താൽ ആ ഒരു പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ് അവൻ അല്ലാഹുവിന്റെ സഹായത്തിൽ പ്രതീക്ഷ വെക്കാൻ അർഹതയുണ്ടാകുന്നത്. നേരെ മറിച്ച് ഞാനും മുസ്ലിമിന്റെ പേരാണ്, എനിക്കും മുസ്ലിമിന്റെ പേരാണ്, ഒരു കേവലമായ മുസ്ലിങ്ങളുടെ പേര് വെച്ചതുകൊണ്ട് മാത്രമായില്ല അല്ലാഹുവിന്റെ സഹായം അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ ആദർശം ജീവിതത്തിൽ പകർത്താൻ തയ്യാറായിട്ടുള്ള ആളുകൾക്കാണ് എന്നാണ് ഈ ഒരു സന്ദേശം. എല്ലാ പ്രതിസന്ധികൾക്കും, എല്ലാ പ്രയാസങ്ങൾക്കും ഒരു മാറ്റം എന്തായാലും ഉണ്ടാകും, മാറ്റം ഉറപ്പാണ് എന്നാണ് ഹിജ്റയുടെ സന്ദേശമായി രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു പ്രത്യാശയുടെ, അതേപോലെ ആദർശപരമായിട്ടുള്ള അതിജീവനത്തിന്റെ വലിയ ഒരു പോസിറ്റീവ് എനർജി പകർന്നു നൽകുന്ന ഹിജ്റയുടെയും അതേപോലെ തന്നെ മുഹറത്തിന്റെയും ചരിത്രത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആ സ്ഥാനത്ത് കടുത്ത നിരാശയും അന്ധവിശ്വാസങ്ങളും കുത്തി നിറക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മുഹറം മാസത്തെ മുൻനിർത്തി പിൽക്കാല ചരിത്രത്തിലെ ചില സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അന്ധവിശ്വാസങ്ങളിൽ തളച്ചിടുകയാണ് ചില ആളുകൾ ചെയ്യുന്നത്. മുഹറമായാൽ വീട് കൂടാൻ പാടില്ല, കട ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല, ഒരു കല്യാണാന്വേഷണം പാടില്ല, ഒരു നല്ല കാര്യം ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ശകുനം ദുശകുനം നെഹ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല നല്ല കാര്യങ്ങളിൽ നിന്ന് സമുദായത്തെ തളച്ചിടുന്ന ആളുകൾ, ചൂഷണം ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ പ്രതീക്ഷകളും പ്രത്യാശകളുമായി ജീവിക്കേണ്ട മുസ്ലിം സമൂഹത്തിൽ, മുസ്ലിം സമുദായത്തിൽ നിരാശയും അസ്വസ്ഥതയും സമ്മാനിക്കുന്നവർ ഹിജ്റയുടെ ചരിത്രത്തിന്റെ പാഠം ഉൾക്കൊള്ളാത്തവരാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വരാനിരിക്കുന്ന മുഹറം മാസത്തെ ഭയത്തോടെയല്ല, ദുശകുനത്തോടെയല്ല, മറിച്ച് പുതിയൊരു ജീവിത വിശുദ്ധിയിലേക്കും ആദർശ ദൃഢതയിലേക്കും കടക്കാനുള്ള ശുഭപ്രതീക്ഷയോടെ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഹിജ്റ നടത്തിയതുപോലെ ഹിജ്റ നടത്താനുള്ള ഒരു സന്ദർഭം നമുക്കില്ല. എന്നാൽ നമ്മളെല്ലാവരും ഹിജ്റ ചെയ്യേണ്ടവരാണ്. ആ ഹിജ്റ എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽ മുഹാജിർ മൻ ഹജറ മാ നഹല്ലാഹു അൻ. അല്ലാഹു തആല വിരോധിച്ചതെന്താണോ ആ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പലായനം ചെയ്യുന്നവരാണ് മുഹാജിർ. ആ ഹിജ്റ എല്ലാ ആളുകളും ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. തെറ്റായ കൂട്ടുകാരിൽ നിന്ന് ഹിജ്റ ചെയ്യുക, തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഹിജ്റ ചെയ്യുക, പാപങ്ങളിൽ നിന്ന് ഹിജ്റ ചെയ്യുക, അവനാണ് മുഹാജിർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രൂപത്തിൽ തന്നെ തെറ്റായ കാര്യങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും പ്രതിഫലാർഹമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി അല്ലാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിക്കുവാനും അവൻ്റെ തൃപ്തി നേടാനും
നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജറ എന്ന വളരെ പ്രധാനമായിട്ടുള്ള ചരിത്രം, ആ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന രണ്ട് പാഠങ്ങൾ. ഒന്ന്, അള്ളാഹുവിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന ചരിത്രം. അതേപോലെ അള്ളാഹുവിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി ത്യജിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ തളരാതെ തകരാതെ സഹായിക്കുമെന്നുള്ള പാഠം. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് ആ ചരിത്രത്തെ അയവിറക്കേണ്ടതെന്നും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, നല്ല നല്ല കാര്യങ്ങളിൽ നിന്ന് ഒരു നിലക്കും നാം പിന്നോട്ട് പോവേണ്ടതില്ല എന്നുമാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഏത് കാര്യവും നമുക്ക് പ്രയാസകരമായി തോന്നുന്നത് നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്ന അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ടാണ് സുബ്ഹി നമസ്കാരം നമുക്ക് പ്രയാസകരമാകുന്നത്? സുബ്ഹി ജമാഅത്ത് നമുക്ക് പ്രയാസകരമാകുന്നത് എന്തുകൊണ്ടാണ്? തഹജ്ജുദ് നമുക്ക് പ്രയാസകരമാകുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ സുബ്ഹി ജമാഅത്തിനില്ലാത്തത്? എല്ലാവരും വീട്ടിലുണ്ട്. എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് നമുക്ക് തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാനുള്ള പ്രചോദനം നമ്മുടെ മനസ്സിൽ നിന്ന് കിട്ടാത്തത്? നമ്മുടെ മനസ്സിലേക്ക് ഈമാൻ ആഴത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഫുട്ബോളിൻ്റെ കാലമാണ്. നമ്മുടെ മക്കളൊക്കെ ആ കളി കാണാൻ എത്ര മണിക്ക് വേണമെങ്കിലും എണീക്കും അല്ലേ? അവർക്ക് ഉറക്കം വരൂല. പ്രത്യേകിച്ച് അവരുടെ ടീമാണെങ്കിൽ പ്രത്യേകിച്ച് ഉറക്കം വരൂല. ഞാൻ അതാ പറഞ്ഞത്, ഒരു സംഗതി എങ്ങനെയാണോ നമ്മൾ കാണുന്നത്, അങ്ങനെയാണെങ്കിൽ ഏത് നിമിഷവും നമുക്ക് മരണം സംഭവിക്കുമെന്ന ബോധ്യം ഉണ്ടെങ്കിൽ ആ മരണത്തോടുകൂടി കാലാകാലം ജീവിക്കേണ്ട മറ്റൊരു ലോകത്തേക്ക്, പരലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ അതിൽ പൂർണ്ണമായ വിശ്വാസം, ആഴത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സുബ്ഹി ജമാഅത്ത് നഷ്ടപ്പെടുക? എങ്ങനെയാണ് സുബ്ഹി ജമാഅത്തിന്റെ സമയത്ത് കടന്നുറങ്ങാൻ നമുക്ക് സാധിക്കുക? തഹജ്ജുദ് നിർവഹിക്കാതിരിക്കാൻ എന്താണ് നമുക്ക് തടസ്സമായിട്ടുണ്ടാവുക? കളി കാണാൻ ഒരു തടസ്സം ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം കളി കാണണ്ടെന്നല്ല. കളി കണ്ടിട്ട് എന്ത് ചെയ്യരുതേ? സുബ്ഹി ജമാഅത്ത് പോകരുത്. കളി കണ്ടിട്ട് നിങ്ങളെ തഹജ്ജുദ് പോകരുത്. കാണുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ അതേ സമയത്ത് കളി കാര്യമാകുന്ന അവസ്ഥയിലേക്ക്, തർക്കങ്ങളിലേക്ക്, വാദപ്രതിവാദങ്ങളിലേക്ക്, ബെറ്റുകളിലേക്ക്, ആ രൂപത്തിലേക്ക് നമ്മൾ പോകരുത്.
ഹറാമായ മേഖലയിലേക്ക് പോകരുത്. ഹലാലായ കാര്യങ്ങളിൽ നിൽക്കുക. ഇബാദത്തുകൾ നഷ്ടപ്പെടരുത്. നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ 100 ഇരട്ടിയാണ് ജമാഅത്തിന് പ്രാധാന്യം കാണേണ്ടത്. കാരണം ഒരു 80-90 വർഷമൊക്കെ ജീവിക്കും. മിക്ക ആളുകളും 60-70. അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അമ്മാർ ഉമ്മത്തി മബൈന 60 ഇലാ 70. എൻ്റെ ഉമ്മത്തിലുള്ള ആളുകൾ 60-70 ഇടയിലാണ് ജീവിക്കുക. അത് കടന്നാൽ വളരെ കുറച്ചാളുകൾ അത് കടക്കുള്ളൂ. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നിഅമത്താണ്. അപ്പോൾ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് രൂപത്തിൽ നമുക്ക് ഉറക്കൊഴിക്കാമെങ്കിൽ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉറക്കൊഴിക്കാൻ നമ്മൾ തയ്യാറാവണം. അത് ശ്രദ്ധിക്കുക. ഉറക്കൊഴിക്കാനൊന്നും പറയുന്നില്ല, ജമാഅത്തിന്റെ കാര്യം കൃത്യമാക്കാൻ നമുക്ക് ശ്രമിച്ചൂടെ? അതിൻ്റെ ഒരു ഫുട്ബോൾ കാണേണ്ട ഒരു 10% നമ്മൾ താല്പര്യം എടുത്താൽ നമുക്ക് ജമാഅത്ത് നിർവഹിക്കാൻ സാധിക്കും. കാരണം ആ ഫുട്ബോൾ കാണാൻ നമ്മൾ ഉറക്കം മൊത്തം ഒഴിവാക്കണം. എന്നാൽ ജമാഅത്ത് നിർവഹിക്കാൻ ഉറക്കം മൊത്തം ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാം കിട്ടണം. അതാണ്, എല്ലാം കിട്ടണം. ദുനിയാവും കിട്ടണം, പരലോകം കിട്ടണം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഫിൽ ആഖിറതി ഹസന. അതാണ് അവസാനം. അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. എന്താണ്? ഒരു ഉപകാരമല്ല, നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അർത്ഥമില്ലാത്ത ജീവിതമാക്കാതിരിക്കാൻ നാം പരിശ്രമിക്കേണ്ടത് അനിവാര്യമാണ്, അധ്വാനിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم احفظ بلاد الخليج وسائر بلاد المسلمين من كل سوء وفتنة ما ظهر منها وما بطن يا رب العالمين. اللهم إنا نسألك الأمن والأمان والسلامة والسلام لأهل الخليج خاصة ولسائر المسلمين عامة. اللهم اجعل بلادهم آمنة مطمئنة سخاء رخاء وسائر بلاد المسلمين. اللهم اصرف عنهم الحروب والفتن وادفع عنهم الشر والبلاء واكفهم شر الأعداء والمعتدين. اللهم ألف بين قلوب المسلمين واجمع كلمتهم على الحق ووحد صفوفهم واجعلهم يدا واحدة على من عاداهم. اللهم انصر المستضعفين من المؤمنين في كل مكان وكن لهم ناصرا ومعينا. اللهم احفظ دماءهم وأموالهم وأعراضهم وارزقهم الطمأنينة والسكينة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على سيدنا